ജയിലിലെ കുറച്ച് ദിവസം കിടക്കുമ്പോഴ് വീട്ടിലെ കട്ടിലിന്റെയും കിടക്കയുടെയൊക്കെ വില മനസ്സിലാവുന്നത്. ഗിരേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏയ് സാരമില്ല. നിന്റെ അച്ഛന്റെ മരണത്തിൽ പങ്കുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ശരിക്കും ചെയ്ത തെറ്റിന് നിനക്ക് എന്നെ ശിക്ഷിക്കാനുള്ള തെളിവുകളൊന്നുമില്ല. അപ്പൊ പിന്നെ ഒരു കള്ളക്കേസിലാണെങ്കിലും ഞാൻ അർഹിക്കുന്ന ശിക്ഷ എനിക്ക് കിട്ടട്ടെ എന്ന് നീ കരുതി കാണും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഗിരേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ പിന്നെ എങ്ങനെ ചിന്തിക്കണമെന്ന് നീ പറ. ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ജയിലിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ പുറത്തിറക്കാൻ ഒന്നും ചെയ്തില്ല. മഹിമയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും നീ അവളെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്. സാരമില്ല, മഹിമ നിനക്ക് മകളെ പോലെയാണെന്ന് നീ എപ്പോഴും പറയാറുണ്ട്. എന്നെക്കാൾ കൂടുതൽ നീ അവൾക്ക് പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലാക്കാം. രക്തബന്ധം മറ്റെന്തിനേക്കാളും വലുതാണല്ലോ. പക്ഷേ അതിന് എന്നെ എല്ലാവരുടെയും മുന്നിൽ ഒരു കൊലയാളിയാക്കി മാറ്റണമായിരുന്നു. നമ്മുടെ കുഞ്ഞ് എന്നെ ഒരു കൊലയാളിയായി കാണുന്നതിൽ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഗിരേണ്ണെ ദ്രോഹിക്കാൻ നോക്കിയതല്ല. ഗിരേണ്ണെ രക്ഷിക്കണമെങ്കിൽ മഹിമയാണ് പീതാംബരനെ കൊന്നതെന്ന് ഞാൻ പറയണമായിരുന്നു. അവക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവളെ കൊണ്ട് അത്രയും വലിയൊരു ക്രൂരത കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഹോ, അപ്പൊ എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിച്ചു? അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഗിരേണ്ണെ രക്ഷിക്കാൻ വേണ്ടി അന്വേഷണം നടത്തുവോ? മഹിമയ്ക്കെതിരെയുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിച്ചത് ഞാൻ തന്നെയല്ലേ? എന്നിട്ട് ആ തെളിവുകളെല്ലാം നീ എന്താ ചെയ്തേ? അതെല്ലാം പൂഴ്ത്തി വെച്ചു. നീ അന്വേഷണം നടത്തിയത് മഹിമയ്ക്കെതിരെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ആ സ്റ്റേഷനിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഓഫീസറായിരുന്നു അനിത. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് അവളുടെ അച്ഛൻ അനിൽകുമാറിനെ ഓർമ്മ വരും. അയാളുടെ മകൾക്കും അയാളുടെ സ്വഭാവം തന്നെയാ കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അവസാനം എന്നെ ജയിലിൽ നിറക്കാൻ അനിത തന്നെ വേണ്ടി വന്നു. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നേനെ. ഒരിക്കലുമില്ല. ഞാൻ ഐശ്വര്യ മാഡത്തെ കണ്ട് എല്ലാ സത്യങ്ങളും പറയാൻ പോയതായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പ് അനിത മാഡം അവരോട് എല്ലാം പറഞ്ഞു. നീ പറയുന്നത് വിശ്വസിക്കല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഗിരിയേട്ടന് എന്റെ മീതെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഞാൻ എല്ലാരെയും അന്ധമായി വിശ്വസിക്കുന്നുകൊണ്ടാണ് ചതിക്കപ്പെടുന്നതെന്നല്ലേ നീ പറയാറുള്ളത്? നിന്റെ ഉപദേശം കേൾക്കുകയാണെങ്കിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? നീ എന്നെ കാണാൻ ജയിലിലേക്ക് വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നാട്ടുകാരും പോലീസുകാരും എല്ലാം എന്നെ കുറ്റപ്പെടുത്തിയിട്ടും നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി. നീ ജയിലിലേക്ക് വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ മനസ്സിലായി, നീ വന്നത് കുറ്റബോധം കൊണ്ട് മാത്രമോ? ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, മഹിമയ്ക്കും ഡ്യൂട്ടിക്കും വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എന്താ നേടിയത്? ജോലിയോടുള്ള നിന്റെ ആത്മാർത്ഥത കണക്കാക്കാതെ നിന്റെ ജോലിയിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്തു. നിനക്ക് മഹിമയോടുള്ള സ്നേഹം മനസ്സിലാക്കാതെ അവളെ നിന്നെ വെറുത്തുകൊണ്ടിരിക്കുക. നീ എന്നെ എന്തുമാത്രം വെറുത്താലും തിരിച്ച് സ്നേഹിക്കാൻ മാത്രം തയ്യാറായ ഞാൻ നിൽക്കുന്നത്. എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലേ?